ഒരൊറ്റ സീസണെ കളിച്ചിട്ടുള്ളെങ്കിൽ പോലും മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ക്ലബ്ബാണ് കൊച്ചി ടസ്കേഴ്സ് കേരള. എന്തൊരു ടീമായിരുന്നു ഡേ. രവീന്ദ്ര ജഡേജ, ബ്രണ്ടൻ മക്കല്ലം, സ്റ്റീവ് സ്മിത്ത്, ലക്ഷ്മൺ, മുരളീധരൻ, പിന്നെ നമ്മുടെ ബ്രാഡ് ഹോഗ്, പിന്നെ ഒരുപാട് ആളുകളായിരുന്നു. പ്രശാന്ത് പരമേശ്വരൻ, റൈഫി വിൻസെന്റ് ഗോമസ്, ശ്രീശാന്ത്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി സൂപ്പർ താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് RP സിംഗ്, അങ്ങനെ പേര് പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പിടി മികച്ച താരങ്ങളുമായിട്ട് വന്ന ക്ലബ്ബായിരുന്നു കൊച്ചി ടസ്കേഴ്സ് കേരള. ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ക്ലബ്ബ് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസിന്റെ ഫ്രാഞ്ചൈസിനെ പോലും മറികടക്കുന്ന തരത്തിലേക്ക് എത്തിപ്പോയേനെ. കാരണം അത്രമാത്രം മികച്ച താരങ്ങൾ നമ്മളുടെ ആ ഒരു ക്ലബ്ബിലുണ്ടായിരുന്നു. ആ ഒരു ക്ലബ്ബ് എങ്ങനെ ഇല്ലാതായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഉത്തരങ്ങളും നമ്മൾ പറയുന്നുണ്ടായിരുന്നു. BCCI ചതിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. നമ്മളുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അല്ലെങ്കിൽ കേരള ക്രിക്കറ്റിന്റെ രക്ഷകൻ എന്ന മേൽ മുഖം മൂടി അണിഞ്ഞിരിക്കുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് ആ ഒരു ക്ലബ്ബ് ഇല്ലാതാക്കിയത് എന്ന് ലളിത് മോദി നൽകിയ അഭിമുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ പങ്കെടുത്ത പോഡ്കാസ്റ്റിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം അന്ന് പുള്ളിയുടെ വൈഫായിരുന്നു സുനന്ദ പുഷ്കർ. നമ്മുടെ കൊച്ചി ബേസ്ഡ് കൺസോർഷ്യം, കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറയുന്ന ക്ലബിന്റെ ഓണർഷിപ്പിലുള്ള കൺസോർഷ്യത്തിൽ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല സുനന്ദ പുഷ്കർ. അന്നത്തെ ശശി തരൂരിന്റെ വൈഫെന്നോ കാമുകിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. സുനന്ദ പുഷ്കറിന് 1 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ല. എന്നിട്ട് പോലും ഈ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറയുന്ന ക്ലബ്ബ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിന്റെ, ലാഭത്തിന്റെ അല്ല, റവന്യൂവിന്റെ, അതായത് മൊത്തത്തിൽ വരുന്ന വരുമാനത്തിന്റെ 25% അവർക്ക്, അതായത് ടോട്ടൽ ബിസിനസിന്റെ ലാഭത്തിന്റെ 25% വേണമെന്ന് പോലും അല്ല പറഞ്ഞത്. 1 രൂപ പോലും ചെലവഴിക്കാത്ത സുനന്ദ പുഷ്കറിന് ഈ ഒരു കൺസോർഷ്യത്തിന്റെ 25% ഓഹരികളുടെ ഓണറായി മാറുക, അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റിന്റെ 15%, 25% ക്ലബിന്റെ ഓണർഷിപ്പ് അവർക്ക് വേണം. അതുകൂടാതെ ക്ലബ്ബ് ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്ന ലാഭത്തിന്റെ അല്ല, റവന്യൂ, വരുമാനവും ലാഭവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വരുമാനത്തിന്റെ 15% തന്നെ ഈ സുനന്ദ പുഷ്കർക്ക് ഫ്രീ ആയിട്ട് വേണം എന്ന് പറഞ്ഞപ്പം അത് സൈൻ ചെയ്യാൻ അന്നത്തെ IPL മേധാവിയായിട്ടുള്ള ലളിത് മോദി തയ്യാറായിരുന്നില്ല. അതിന് പകരമായിട്ട് അന്നത്തെ ഇവരുടെ കാമുകനോ ഹസ്ബൻഡോ ഒക്കെ ആയിരുന്നു ശശി തരൂർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ MP ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിയെ വിളിച്ച്, ലളിത് മോദിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സുനന്ദ പുഷ്കർ പറയുന്ന എല്ലാത്തിനും നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ED കൊണ്ട് റെയ്ഡ് ചെയ്യിക്കും. അങ്ങനെ പലതരത്തിലുള്ള ത്രട്ടനിങ് ഉണ്ടായിരുന്നു. അപ്പം 1 രൂപ പോലും മുടക്കാത്ത ഒരാൾക്ക് ടോട്ടൽ ക്ലബിന്റെ ഷെയറിന്റെ 25% വേണം. അതുകൂടാതെ ലാഭത്തിന്റെ അല്ല, റവന്യൂവിന്റെ 25%, റവന്യൂവിന്റെ 15% വേണം എന്ന തരത്തിലുള്ള നിബന്ധനകൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്ലബ്ബ് അങ്ങനെ മുന്നോട്ട് പോകും. യഥാർത്ഥത്തിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ അടിമകളായിരിക്കണം എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കൊച്ചി ടസ്കേഴ്സ് കേരള വന്നപ്പം അവർ തന്നെ ഇട്ടിട്ട് പോയതാണ് എന്നാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത്. 1 രൂപ പോലും ചെലവാക്കാത്തവന് ഇത്ര ലാഭം വേണം, അവൻ തയ്യാറായില്ലെങ്കിൽ ED വിട്ട് റെയ്ഡ് ചെയ്യിക്കും, കമ്പനി പൂട്ടും എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഭീഷണിയുമായിട്ട് ഈ ശശിയണ്ണൻ ഇറങ്ങി എന്ന് ലളിത് മോദി തന്നെയാണ് പറയുന്നത്. സോ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറയുന്ന ക്ലബ്ബ് എങ്ങനെയാണ് നശിച്ചത്, എങ്ങനെയാണ് ഇല്ലാതായത് എന്നതിൻ്റെ ഒരു നേർചിത്രം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇവന്മാരൊക്കെ കൂടെ തൊലച്ചതാടെ ആ ഒരു ക്ലബിനെ. എന്തൊരു സ്റ്റാർ പാക്ഡ് ടീമായിരുന്നു. സ്മിത്ത്, ജഡേജ, എന്തോ കിടിലൻ ടീമായിരുന്നടേ. പക്ഷേ തൊലച്ച് കളഞ്ഞില്ല ഇവന്മാരെല്ലാം കൂടെ.